സംസ്ഥാന ഡ്രൈവിംഗ് ടെസ്റ്റ് കടുത്ത നിയന്ത്രണങ്ങളും പരിഷ്കരണങ്ങളും ഏർപ്പെടുത്തി ഉത്തരവായി. ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക്, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനാകില്ല. മാത്രമല്ല, ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷമാക്കി ഉയർത്തുകയും ചെയ്തു. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിൽ ഒരു ദിവസം 30 പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകൂ. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഗിയർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് കാൽപാദത്തിൽ ഗിയറുള്ള വാഹനം ആയിരിക്കണം. ഇത് 99 cc മുകളിലായിരിക്കണം. ഹാൻഡിൽ ബാറിൽ ഗിയറുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. ഒരു മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടറുടെ കീഴിൽ 30 അപേക്ഷകൾക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ. 30ലേറെ ടെസ്റ്റുകൾ ഒരു ദിവസം നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളിൽ ഡാഷ്ബോർഡിൽ ക്യാമറ വെക്കണം. സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ